ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2025 ഇതാ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരള PSC. നമ്മളാരും ഇത്ര പെട്ടെന്ന് ഒരു 3 മാസത്തിന്റെ ഗ്യാപ്പിൽ എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല. ഇതാ കേരള PSCയുടെ ഏറ്റവും പുതിയ എക്സാം ഡേറ്റ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2025 നമ്മളെല്ലാം വളരെ കാലമായി കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്, ഒരു അഭിമാന പരീക്ഷയാണ്. കേരള വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു തസ്തികയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. എന്നാണ് എക്സാം ഡേറ്റ് എന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. നിങ്ങൾ അറിഞ്ഞു കാണും, 2025 ഡിസംബർ മാസം 20-ാം തീയതി പരീക്ഷ നടക്കാൻ പോകുന്നു. 2025 ഡിസംബർ മാസം 6-ാം തീയതിയോടുകൂടി നിങ്ങളുടെ ഓൺ ടൈം പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ ഇനി സമയമില്ല, അറിയാമല്ലോ. ഒക്ടോബർ നവംബർ 2 മാസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇനി ആകെ ഉള്ളത്. ഈ 2 മാസം കൊണ്ട് പൊരിഞ്ഞ പോരാട്ടം നടത്തി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ജോലി ഉറപ്പിക്കാൻ, റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക്, ആദ്യ 100 റാങ്കിനകത്തെങ്കിലും ഉറപ്പിക്കാനായിട്ട് കഴിയണം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ കേരള PSC പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാറ്റഗറി നമ്പർ ആയിട്ടുള്ള 211/2025 നോട്ടിഫിക്കേഷൻ ആയിരുന്നു. നേരിട്ടുള്ള നിയമനമാണ്. പിന്നെ നമുക്കറിയാം, ഡിസ്ട്രിക്ട് വൈസ് ആണ് നിയമനം നടക്കുക, ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക. ബീറ്റ് വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പദവിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പ്രതീക്ഷ ഒഴിവുകളോടെയാണ് ഈ പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. നേരിട്ടുള്ള നിയമനമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്നറിയാം. പിന്നീട് നമുക്കറിയാം, ശാരീരിക യോഗ്യതയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം. സാധാരണ യൂണിഫോം തസ്തികയിലേക്കുള്ള പുരുഷന്മാർക്ക് 168 സെന്റിമീറ്റർ ആണ്, നെഞ്ചളവ് 81 സെന്റിമീറ്റർ. അതുപോലെ പ്രധാനമായിട്ട് എക്സ്പാൻഷൻ വരേണ്ടത് 5 സെന്റിമീറ്റർ. അത് സാധാരണ എല്ലാ യൂണിഫോം തസ്തികയിലേക്ക് പറയുന്നത് തന്നെയാണ്. 81 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എക്സ്പാൻഷനുമാണ്. അതുപോലെ SC/ST വിഭാഗക്കാർക്ക് ഉയരം 168 എന്നുള്ളത് 160 സെന്റിമീറ്റർ മതിയാണ് എന്നുള്ള ഒരു അറിയിപ്പുണ്ട്. അതുപോലെ നെഞ്ചളവ് എന്നറിയപ്പെടുന്നത് എന്താണ് പറയുക, നെഞ്ചളവിൽ 5 സെന്റിമീറ്റർ എന്നറിയപ്പെട്ട പിന്നെ വികാസം ബാധകമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെയാണ് കായികക്ഷമതാ പരീക്ഷ. നമുക്കറിയാം, ഇവിടെയും CPO അല്ലെങ്കിൽ പോലീസ് ഡ്രൈവർ, WCPO പരീക്ഷയൊക്കെ ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് യൂണിഫോം തസ്തികയിലേക്കുള്ള പുരുഷന്മാർക്ക് ബെസ്റ്റ് ഓഫ് 5 ആണ്. 8 ഐറ്റത്തിൽ 5 ഐറ്റം ലഭിച്ചിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടുത്തെ 8 ഐറ്റംസ് നമുക്കറിയാം. സാധാരണ 100 മീറ്റർ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, നമ്മുടെ പുള്ളിങ് ദി ഷോട്ട് അല്ലെങ്കിൽ ഷോട്ട് പുട്ട് എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ് ചിന്നിങ്, 1500 മീറ്റർ റണ്ണിങ്, ഓട്ടം. ഇത്ര ഐറ്റംസിൽ 5 എണ്ണം കിട്ടിയിരിക്കണം. നിങ്ങൾക്കറിയാം കായികക്ഷമത. പിന്നെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. എല്ലാ പുരുഷന്മാരും എൻഡ്യൂറൻസ് ടെസ്റ്റ് 2 കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ 13 മിനിറ്റിനുള്ളിൽ ഓടി പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ്. പിന്നീട് മെഡിക്കൽ നിലവാരം നമുക്കറിയാം, കാഴ്ച പ്രധാനപ്പെട്ട ഒന്നാണ്. ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ബന്ധപ്പെട്ട നിബന്ധനകൾ പ്രകാരം ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിൽ കാഴ്ചയ്ക്ക് നിസ്സാന്തത അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വർണ്ണാന്തത പോലെയുള്ള പ്രശ്നങ്ങൾ, കൺപോളയ്ക്കുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് യോഗ്യത ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തളർവാദം, അതുപോലെ നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആയാസമായിട്ട് നാഡി അവ്യവസ്ഥ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടത്. നമുക്ക് ഇതാണ് പ്രധാനമായിട്ട് നോട്ടിഫിക്കേഷൻ. അപ്പോൾ 211/2025 ആയിരുന്നു നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നു. ഏതാ നിമിഷ നേരം കൊണ്ട് തന്നെ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി തയ്യാറാകേണ്ടത് നമ്മളാണ്, ശരിയല്ലേ? എക്സാം ഡേറ്റ് നമുക്കറിയാം, നമുക്ക് വ്യക്തമായ നോട്ടിഫിക്കേഷൻ അറിയാം. ഇനി സിലബസ് അറിയുക എന്നുള്ളതാണ് പ്രധാനം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സിലബസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് ഒന്ന് പോകാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇനി ഏതാണ്ട് 2 മാസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇപ്പോൾ ആൾറെഡി നേരത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്ന സമയം തൊട്ട് അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ പഠനം തുടങ്ങിയവരെ സംബന്ധിച്ച് ഏതാണ്ട് സിലബസ് ഒക്കെ ഒരു റൗണ്ട് തീർത്ത് വെച്ചതായിരിക്കാം. അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു വളരെ വലിയ ടാസ്ക് ആണ് ഇനി അങ്ങോട്ടുള്ള ഈ 2 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ സിലബസ് 100 മാർക്കിനാണ് പരീക്ഷ ഉള്ളത്. 5 മാർക്ക് ചരിത്രം തന്നെ നമുക്ക് ഏതാണ്ട് LDC സിലബസിന്റെ സെയിം ആണെന്ന് തന്നെ പറയാം. അതായത് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എല്ലാം കൂടിയാണ് എത്ര മാർക്ക്? 5 മാർക്ക്. ചരിത്രം 5 മാർക്കാണ്.
രണ്ടാമത്തത് ഭൂമിശാസ്ത്രമാണ് അല്ലേ, നമുക്കറിയാം. ഏതാണ് ജിയോഗ്രഫി, അതും വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി എല്ലാം കൂടി 5 മാർക്കാണ്. മൂന്നാമത്തത് ഇക്കണോമിക്സ് ആണ്, ധനതത്വശാസ്ത്രം ഇക്കണോമിക്സിന്റെ കാര്യം നമുക്കറിയാം. ഈ വേൾഡ് ഇക്കണോമിക്സ് ഒന്നും ഇല്ല നമുക്ക് സിലബസിൽ. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാമ്പത്തിക മുന്നേറ്റങ്ങൾ അല്ലേ, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ, ബാങ്കിങ്, ഇൻഷുറൻസ് മുതലായ കാര്യങ്ങൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ കാര്യങ്ങളാണ് അവിടെ പഠിക്കാൻ. എളുപ്പത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന ഓർത്തിരിക്കുക, 8 മാർക്കാണ്. വളരെ പ്രധാനപ്പെട്ട, നോക്കണേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ ഭരണഘടന 8 മാർക്കാണ്. അതിൽ മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, DPSP, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ മുതലായിട്ടുള്ള ഭാഗങ്ങളാണ് ഏറ്റവും പ്രാധാന്യം. നമുക്ക് ആ സിലബസിലേക്ക് പോകാം. 8 മാർക്കാണ്. അതുപോലെ കേരളം, ഭരണവും ഭരണ സംവിധാനവും, സിവിക്സിന്റെ ടോപ്പിക്കാണ്. 3 മാർക്കിനാണ് നിങ്ങളുടെ സിലബസിൽ. സിവിക്സ്, കേരളം, ഭരണവും ഭരണ സംവിധാനവും, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കേരള ഗവേണൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം, വെറ്റ്ലാൻഡ് മാനേജ്മെന്റ്, ലോക്പാൽ, ലോകായുക്ത എന്നിങ്ങനെ നീളുന്നു നിങ്ങളുടെ സിലബസ്. ഭൂപരിഷ്കരണം അടക്കം 3 മാർക്ക്. അതുപോലെയാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്കാണ്. ബയോളജിയും പബ്ലിക് ഹെൽത്ത് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിലെ 4 മാർക്കിന്റെ ടോപ്പിക്കാണ്. അതുപോലെയാണ് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് 3 മാർക്ക്. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് LDCയുടെ അതേ പാറ്റേണിലാണ് നമ്മുടെ ഈ സിലബസ് കാണാൻ പറ്റുക. അതുപോലെ രസതന്ത്രം, കെമിസ്ട്രി 3 മാർക്കാണ്. അതുപോലെ കല, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്കാണ്. കല, കായികം, സാഹിത്യം, അതുപോലെ തന്നെയാണ് സംസ്കാരം 4 മാർക്ക്. നമുക്കറിയാം ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട പേപ്പറാണ് 4 മാർക്ക്. അതുപോലെ വിലപ്പെട്ട 10 മാർക്ക് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം വളരെ 2024 ഒരു മാർച്ച് മാസം മുതൽ 2025 വരെയുള്ള ഒരു ഒക്ടോബർ മാസം വരെയുള്ള പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം നമ്മൾ നന്നായി മനഃപ്പാഠമാക്കിയിരിക്കണം. കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് സിലബസിൽ 10 മാർക്കാണ്. ഉണ്ടോ? അതുപോലെയാണ് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി അല്ലേ, മാത്സ് എത്ര മാർക്കാണ്? കണക്ക് 10 മാർക്കിനാണ് മാത്സ്. അത് ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെയാണ് ജനറൽ ഇംഗ്ലീഷ് സിലബസിൽ എത്ര മാർക്കിനാണല്ലോ സിലബസ്? 10 മാർക്കാണ് ഇംഗ്ലീഷ്. അതുപോലെ പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. സ്പെഷ്യൽ ടോപ്പിക്ക് ജോലിയുടെ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. മനസ്സിലാവുന്നുണ്ടോ? 20 മാർക്ക്. അപ്പം നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട് വിശാലമായിട്ടുള്ള ഏതൊക്കെയാണെന്നൊന്നും നമ്മൾ വിശാലമായിട്ട് പോകുന്നില്ല. ഹിസ്റ്ററി 5 മാർക്കാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ജോഗ്രഫി 5 മാർക്കാണെന്ന് പറഞ്ഞു. അതുപോലെയാണ് ധനതത്വശാസ്ത്രം, ഞാൻ പറഞ്ഞില്ലേ, ഇക്കണോമിക്സ് 5 മാർക്കാണ്. അത് ഇന്ത്യ സാമ്പത്തിക രംഗമാണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഭരണഘടന പ്രധാനമായിട്ടും എത്ര മാർക്കാണ്? 8 മാർക്കിനാണ് ഭരണഘടന എന്ന് നമ്മൾ പറഞ്ഞു. 8 മാർക്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നറിയപ്പെട്ട ഒരു സാധനമുണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി എന്നറിയപ്പെട്ട ആശയമുണ്ട്. ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശങ്ങൾ, മൗലിക കടമകൾ, പിന്നെ പ്രധാനപ്പെട്ട 42 തുടങ്ങി 91 വരെയുള്ള പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവരുടെ ചുമതലകൾ മുതലായവയാണ്. പിന്നെ കേരളം, ഭരണവും ഭരണ സംവിധാനം സിവിക്സ് ആണ് 3 മാർക്ക്. ഞാൻ പറഞ്ഞു സംസ്ഥാന സിവിൽ സർവീസ് മുതൽ സാമൂഹ്യ സുരക്ഷിതത്വം വരെയുള്ള ടോപ്പിക്ക്. ബയോളജി 4 മാർക്ക് നമുക്കറിയാം. അതുപോലെ ഭൗതിക ശാസ്ത്രം, ഫിസിക്സുമായി ബന്ധപ്പെട്ട 3 മാർക്ക്. അതുപോലെ രസതന്ത്രം, കെമിസ്ട്രി 3 മാർക്ക്. കലാകായികം, സംസ്കാരം, സാഹിത്യം എത്ര മാർക്ക്? 4 മാർക്കാണ് ടോപ്പിക്ക്. അതുപോലെയാണ് നമ്മുടെ പ്രധാനമായിട്ടും സാഹിത്യം പറഞ്ഞു, കലയൊക്കെ പറഞ്ഞു. അതുപോലെ ആനുകാലികം, കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞു. എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സുമാണ് 10 മാർക്ക്, ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ കണക്ക് എത്രയാണ്? സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി എത്ര മാർക്ക്? അത് 5 വീതം 10 മാർക്കാണ് സിലബസിൽ അത് പ്രതിപാദിക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ് 5 മാർക്കാണ്. അത് നമുക്ക് 10 മാർക്കാണ്. അത് ഈച്ച് 5, അതായത് സിമ്പിൾ ഗ്രാമർ, വൊക്കാബുലറി എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ്. ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കും അതുപോലെ വൊക്കാബുലറി 5 മാർക്ക്, അങ്ങനെ 10 മാർക്ക്. മലയാളം, പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്കിന് സിലബസിലുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. നോക്കുക ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ സിലബസിലെ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്. അത് നോക്കുക. തസ്തികയുടെ അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറന്നു പോകരുത്. 20 മാർക്ക്, വിലപ്പെട്ട 20 മാർക്കാണ് നിങ്ങൾക്ക് സിലബസിലുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഫോറസ്റ്റ്
വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നറിയപ്പെട്ട ഭാഗം നോക്കുക. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആണ്. ഇതിൽ ആദ്യ പേപ്പർ ഫോറസ്റ്റ് ആണ്, വനം. ഉണ്ടോ? 6 മാർക്കാണ്. 20 മാർക്കിലെ 6 മാർക്ക്, 20 മാർക്കിലെ 6 മാർക്കിന്റെ ടോപ്പിക്ക് ഫോറസ്റ്റ് എന്ന ടോപ്പിക്കിലാണ്. അതിൽ നമ്മൾ ഫോറസ്റ്റിന്റെ നിർവചനം, റോള്, ഫോറസ്റ്റിന്റെ സാന്നിധ്യം എന്ത്, പങ്കെന്ത്, ബെനിഫിറ്റ് എന്ത്, എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഓഫ് ഫോറസ്റ്റ്, ഫോറസ്റ്റ് ടൈപ്പ്, ഇന്ത്യയിലെ വനങ്ങൾ ഏതെല്ലാം, ഏതൊക്കെ തരം വനങ്ങളുണ്ട്, കേരളത്തിലെ വനങ്ങൾ ഏതെല്ലാം, നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടം അല്ലേ, ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി, വനങ്ങളിലെ ജൈവ വൈവിധ്യം എന്നറിയപ്പെട്ട ടോപ്പിക്ക്, നാച്ചുറൽ ഹിസ്റ്ററി സിഗ്നിഫിക്കൻസ് എന്നിങ്ങനെ തുടങ്ങുകയാണ്. അതുപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ ഫോറസ്ട്രി, വന വിഷയവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ദേശീയ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, മൂവ്മെന്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് 6 മാർക്കാണ്. അപ്പോൾ 20 മാർക്കിന്റെ 6 മാർക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ. അതാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളുക. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്. അടുത്തത് 20 മാർക്കിൽ 7 മാർക്ക് വൈൽഡ് ലൈഫ് ആണ്. വൈൽഡ് ലൈഫ് ആണ് 7 മാർക്ക്. നോക്കുക, വൈൽഡ് ലൈഫ്, വന്യജീവി എന്താണെന്ന്, വന്യജീവിയുടെ നിർവചനം എന്താണ്, വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ എന്തെല്ലാം, മിറ്റിഗേഷൻ നടപടികൾ എന്തെല്ലാം, പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്തെല്ലാം, ഏതെല്ലാമാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, പ്രൊട്ടക്റ്റഡ് ഏരിയ ഇന്ത്യയിൽ ഏതെല്ലാമാണ്, അതുപോലെ സൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്, അതുപോലെ തന്നെയാണ് ട്രാഫിക്, വൈൽഡ് ലൈഫ് ട്രാഫിക്, അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ, സംഘടനകളാണ് എന്തെല്ലാമാണ് പ്രത്യേകതകൾ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, കമ്മ്യൂണിറ്റി റിസർവേഴ്സ് ഏതെല്ലാമാണ്, അതുപോലെ കൺസെപ്റ്റ് ഓഫ് മാബ്, ബയോസ്ഫിയർ റിസർവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളത് പറഞ്ഞത്. വെസ്റ്റേൺ ഘട്ടിലെ, അതുപോലെ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വന്യജീവികൾ ഏതെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് വൈൽഡ് ലൈഫ്. 7 മാർക്കാണ്. ഫോറസ്റ്റ് 6 മാർക്ക്, വൈൽഡ് ലൈഫ് 7 മാർക്ക്. ഉണ്ടോ? അടുത്തത് 5 മാർക്കിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതാണ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അല്ലേ, വനം, വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുക. അതിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 മുതൽ, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 മുതൽ നമ്മളിതാ ഇങ്ങോട്ട് വന്നിട്ട് കൺസർവേഷൻ ആക്ട് 980 വരെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇമ്പോർട്ടൻ്റ് കൺസർവേഷൻ പ്രോജക്റ്റ് അല്ലേ, ടൈഗർ പ്രോജക്റ്റ്, എലഫന്റ്, ഗിർ, ലയൺ ഉണ്ടോ, സ്നോ ലെപ്പോർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഉണ്ടോ, ക്രൊക്കഡൈൽ ബ്രീഡിംഗ്, ഇങ്ങനെയുള്ള റെയർ സ്പീഷീസിൽ പെടുന്ന അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന വർഗങ്ങളുടെയൊക്കെ പ്രത്യേക സംരക്ഷണത്തിനായി ഗവൺമെന്റ് ആവിഷ്കരിച്ച പ്രോജക്റ്റുകൾ, ടൈഗർ പ്രോജക്റ്റ്, എലിഫന്റ് പ്രോജക്റ്റ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ 5 മാർക്ക്. അപ്പം 6 ഫോറസ്റ്റ്, 7 മാർക്ക് വൈൽഡ് ലൈഫ്, 5 മാർക്ക് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എത്ര മാർക്കായി? 13 5 എത്ര മാർക്കായി? 18 മാർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അവസാനിക്കുന്ന 2 മാർക്ക് നമ്മുടെ എന്താണ്, IT ആക്ട് ആണ് അല്ലെ, IT ആക്ട് 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. ഇത് നമ്മുടെ എല്ലാ പരീക്ഷയ്ക്കും ഉള്ളൊരു ടോപ്പിക്കാണ്. 2 മാർക്കിനാണ്. IT ആക്ട് 2000 എന്നറിയപ്പെട്ട ടോപ്പിക്കാണ്. അത് സെക്ഷൻസ് എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ വലിച്ചു വാരി ഒന്നും പഠിക്കണ്ട. 43 മുതൽ ഇങ്ങോട്ടുള്ള സെഷൻസ് ആണ് IT ആക്ട്. കണ്ടോ, 66, 66B, 67, 67A, 67B ഉണ്ടോ. 67B ഒക്കെ അറിയാമല്ലോ, ചൈൽഡ് പോണോഗ്രഫി, കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങളോ മറ്റോ ഒക്കെ സൂക്ഷിക്കുക, പങ്കുവയ്ക്കുകയൊക്കെയാണ് 67B. 67Aയും പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുക. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ സിലബസ്. മനസ്സിലായോ? നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 20 മാർക്ക് സവിസ്തരം പ്രതിപാദിച്ച് ഉദ്യോഗാർത്ഥികളെ മറക്കരുത്. 6 മാർക്ക് ഫോറസ്റ്റ് എന്ന ടോപ്പിക്ക്, വൈൽഡ് ലൈഫ് എന്ന ടോപ്പിക്ക് 7 മാർക്കാണ്. 5 മാർക്ക് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 2 മാർക്ക് IT ആക്ട് 2000. ഇതാണ് സിലബസ്. മനസ്സിലാവുന്നുണ്ടോ ഉദ്യോഗാർത്ഥികളെ? അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, നമ്മുടെ യോഗ്യതകൾ നമുക്കറിയാം, പരീക്ഷ എഴുതാനുള്ള യോഗ്യതകൾ എന്തെല്ലാമെന്നറിയാം. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. എക്സാം ഡേറ്റ് ഡിസംബർ മാസം 20. മറന്നു പോകരുത്, ഡിസംബർ 20 എക്സാം ഡേറ്റ്. ഡിസംബർ 6 നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒരു തീപാറുന്ന പോരാട്ടം ആരംഭിക്കേണ്ടതുണ്ട് ഈ മൊമെന്റിൽ. നിങ്ങൾക്ക് പ്രധാനമായിട്ടും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് തയ്യാറാകുന്ന
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ അവൈലബിൾ ആണ്. ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി 1 രൂപ പോലും മുടക്കാതെ സൗജന്യമായി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഏതാനും PDF നോട്ടുകളും അതുപോലെ ക്ലാസ്സുകളും വെബിനാറിൻ്റെ ലിങ്കുകളും എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അവസാന ഘട്ട പോരാട്ട വീഥിയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.